അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ MGM സ്റ്റേറ്റ് പ്രസിഡന്റ് സുഹറ മമ്പാട്, ഇവിടെ എത്തിച്ചേരാനിരിക്കുന്ന മുഖ്യാതിഥി ഷമീമ ഇസ്ലാഹിയ, ഐഷ ചെറുമുക്ക്, ഷാഹിന തെയ്യമ്പാട്ടിൽ, ഷാഹിദ് ഫാറൂഖി, ഉനൈസ് പാപ്പിനശ്ശേരി, എല്ലാവർക്കും സ്വാഗതം നൽകിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു ആദർശത്തെ സ്വീകരിക്കാനും അത് ഉൾക്കൊള്ളാനും അത് പ്രചരിക്കാനും ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളിലൂടെ ഒരു നന്മ ഒരാൾ മനസ്സിലാക്കിയാൽ അത് അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന കാലത്തോളം അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാവുമെന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ബാക്കി നിൽക്കുന്ന അമലു സ്വാലിഹാത്ത്, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവ്, അത് നമ്മുടെ ഖബറിലേക്ക് ഉണ്ടാവും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. ഈ പ്രതിഫലം നമുക്ക് ലഭ്യമാവണമെങ്കിൽ അത് വെറുതെ നമ്മളെ തേടിയെത്തില്ല എന്ന് നമുക്കറിയാം. അള്ളാഹു ലോകത്തേക്ക് നിയോഗിച്ച ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു പരിശോധിക്കുമ്പോഴും അവരൊക്കെ പ്രബോധനം നടത്തിയത് അള്ളാഹു ഏകനാണ് എന്ന തത്വത്തിലേക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഓരോ പ്രവാചകന്മാരും ഈ ദൗത്യ നിർവഹണത്തിന് തുടക്കം കുറിച്ചത്. ഇത് പ്രചരിപ്പിച്ചപ്പോൾ അവർക്ക് പീഡനവും മർദ്ദനങ്ങളും കുറ്റപ്പെടുത്തലുകളും ബഹിഷ്കരണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നത്, കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നത്, അവരെ ഭ്രാന്തന്മാർ എന്നും കള്ളന്മാർ എന്നും മാരണക്കാർ എന്നും മുദ്ര കുത്തുന്നത്, സ്വന്തം നാടും വീടും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നത്, ജീവിതത്തിൽ ഈ സന്ദേശം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അവർ അനുഭവിച്ച ത്യാഗങ്ങൾ വളരെ വലുതായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. 950 വർഷക്കാലത്തോളം പ്രബോധനം നടത്തിയിട്ടും വെറും വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് വിശ്വസിച്ചത്. സ്വന്തം ഭാര്യയെയും മകനെയും പോലും വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. മൂസാ നബി അലൈഹിസ്സലാമയെ ജനിച്ചുടനെ പെട്ടിയിലാക്കി നൈൽ നദിയിലൂടെ ഒഴുക്കിയതും ഫിറഔനിന്റെ കിങ്കരന്മാരുടെ കൊടിയ പീഡനത്തിന് ഇരയായതും, ഞാനാ റബ്ബി എന്ന് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമയെ കാണുന്ന സ്ഥലത്ത് വെച്ച് കൊല്ലാൻ അനുമതി നൽകിയതും, സാഹിറന്മാരുമായി മത്സരിച്ച സമയത്ത് മുഅ്ജിസത്ത് മനസ്സിലാക്കി റബ്ബിൽ വിശ്വസിച്ചവർക്ക് നേരെ വലതു കൈയും ഇടതുകാലും ഛേദിക്കാൻ ആജ്ഞാപിച്ചതും ഒക്കെ ഈ വിശ്വാസ രംഗത്ത് അടിയുറച്ചു നിന്നതുകൊണ്ടാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം അനുഭവിച്ചത്, യൂസുഫ് നബി അലൈഹിസ്സലാം അനുഭവിച്ചത് ഒന്നും വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് സ്വന്തം പിതാവിൽ നിന്ന് പോലും സംരക്ഷണം ലഭ്യമായില്ല എന്നതും, ലാർജുമന്നക്ക, നിന്നെ ഞാൻ എറിഞ്ഞ ആട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതും, തീക്കുണ്ടായിരത്തിലേക്ക് വലിച്ചെറിഞ്ഞതും ഈ ആദർശം പ്രചരിച്ചപ്പോഴാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുമ്പോൾ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെ പ്രവാചകൻ അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ച് നമുക്കറിയാം. എന്തിനേറെ, ജനിച്ച മണ്ണിൽ നിന്ന് പാലായനം ചെയ്തതുവരെ ചരിത്രത്തിന്റെ ഭാഗമാണ്. എല്ലാ ത്യാഗപൂർണമായ ജീവിതമായിരുന്നു. ഇത്തരത്തിൽ ജീവിതത്തിന്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളുടെ കടന്നു പോയപ്പോഴും ഒരു പ്രവാചകന്മാരും ഇത് അവസാനിപ്പിച്ചു തിരിഞ്ഞു പോയതായും നാം കണ്ടിട്ടില്ല. അവർ അനുഭവിച്ച ത്യാഗത്തിന്റെ ഹിദായത്താണ് നാം അനുഭവിക്കുന്ന സുഖങ്ങൾ. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ ഈ ആദർശത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇതിന്റെ പ്രചാരണത്തിൽ നമ്മുടെ സ്ഥാനം എവിടെയാണ്? നമ്മൾ ഖുർആൻ പഠിക്കാറുണ്ട്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുണ്ട്. പക്ഷെ ഖുർആനിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നിടത്ത് നമ്മൾ പലരും പരാജയപ്പെടുകയാണ്. ഈ ലഭ്യമായ ദൗത്യം നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇതിനോട് നാം കാണിക്കുന്ന വിമുഖത, പിന്നെ എങ്ങനെ അവർക്ക് ലഭ്യമായ സ്വർഗാനുഭൂതിയിലേക്ക് നമ്മൾ എത്തും? നമുക്ക് സ്വർഗം വേണം, നമുക്ക് റബ്ബിനെ കണ്ടുമുട്ടണം. എന്നാൽ ഈ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ നമ്മൾ ആരെങ്കിലും ഒരു നേരത്തെ പട്ടിണി കിടന്നിട്ട് പോലുമില്ല, മറ്റൊരു തരത്തിലുള്ള പ്രയാസവും അനുഭവിച്ചിട്ടില്ല. ഈ ദീനിന് വേണ്ടി നമ്മൾ അനുഭവിച്ചതും അവർ അനുഭവിച്ചതും താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് ലഭ്യമായ സ്വർഗം നമുക്കും വേണം. ആരെങ്കിലും ഒന്ന് കുറ്റപ്പെടുത്തുമ്പോഴേക്ക് ഒളിച്ചോടുന്നവരാണ് നമ്മൾ. ഈ ആദർശം സ്വീകരിച്ച പോലെ, ആ ആദർശത്തിൽ വിശ്വസിച്ചതുപോലെ ഇത് പ്രചരിപ്പിക്കുന്നതിലും നമ്മൾ ഉണ്ടാവണം.
ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഈ ആയത്ത് നമുക്കെല്ലാവർക്കും ഒരു വലിയ സന്ദേശമാവട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മുടെ ഈ വനിതാ സംഗമം ഉദ്ഘാടനം നമ്മുടെ NGM ജില്ലാ പ്രസിഡന്റ് സുഹറാം പമ്പാടിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.